ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. നിങ്ങൾ എന്നെ തൊടണ്ട. മഹാലക്ഷ്മിയുടെ കൈത്തലം തട്ടിയെറിഞ്ഞ് കൈലാസ് അവരെ വാശിയോടെ നോക്കി. സഹതാപം കാണിക്കാൻ എൻ്റെ അമ്മയൊന്നുമല്ലല്ലോ. ആ മാതൃഹൃദയത്തെ വാക്കുകളാൽ ചവിട്ടി അരച്ചവൻ ആർക്കും മുഖം നൽകാതെ അകത്തളത്തിലേക്ക് കയറിപ്പോയപ്പോൾ ഹൃദയഭാരത്തോടെ സാരിശീലയാൽ വായ പൊത്തിക്കരഞ്ഞ് മഹാലക്ഷ്മി ചായ്പിലേക്കും പാഞ്ഞു. മക്കളെ തൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന അമ്മയ്ക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവർക്ക് പിന്നാലെയായി ഗോപുവും ശ്രീറാമും ശേഖരനും പോയി. ദയ ആകെ ഒറ്റപ്പെട്ടു. പിടയുന്ന നെഞ്ചോടെ അനങ്ങാതെ ഒരേ നിൽപ്പ് നിൽക്കുന്ന അവളെ സാവിത്രി ഊക്കോടെ വാതിൽപ്പടിയിലേക്ക് തള്ളിയിട്ടു. സിദ്ധാർത്ഥിൻ്റെ കടും കറുപ്പാർന്ന കൃഷ്ണമണികൾ എന്തിനോ വേണ്ടി ചുറ്റിലും ദ്രുതഗതിയിൽ ചലിച്ചു. തേടിയതെന്തോ കണ്ടുകിട്ടിയപ്പോൾ അവൻ്റെ ചുണ്ടുകൾ ക്രൂരമായി വിടർന്നു. ഓടിച്ചെന്ന് ഉമ്മറത്തെ പഴയ ചൂരൽ കസേരയിൽ നിന്നും കടുകാട്ടിയാർന്ന വടി വലിച്ചൂരിയവൻ ദയക്കരികിലേക്ക് പാഞ്ഞെടുത്തു. കയ്യിൽ ചൂരൽ ആഞ്ഞു വീശുന്നതിൻ്റെ ഇരമ്പൽ കേട്ട് ദയ മുഖം ചെരിച്ചതും ആദ്യത്തെ അടി അവളുടെ നീണ്ടുമെലിഞ്ഞ കഴുത്തൻ തടത്തെ പൊള്ളിച്ചിരുന്നു. പ്രാണവേദനയാൽ ദയ പിടഞ്ഞുപോയി. ഒറ്റ കുതിപ്പിന് കണ്ണിൽ നിന്നും വെള്ളം ചാടി. അവൻ വീണ്ടും ദയയ്ക്ക് നേരെ ചൂരൽ ആഞ്ഞു വീശി. സിദ്ധാർത്ഥ! പ്രഭാകരവർമ്മ താക്കീതോടെ വിളിച്ചു. അവനത് കാര്യമാക്കാതെ ദയ ഇടനാഴിയിലൂടെ വലിച്ചിഴച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഇഷ്ടിക പാകിയ നിലത്ത് ദേഹം ഉരഞ്ഞു പൊട്ടുമ്പോഴും അവൾ വെറുതെ പോലും ഒരു വാക്കുച്ചരിച്ചില്ല. ഇതോടെ ഈ ജന്മം തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതി. കയ്യിലെ ചൂരലുകൊണ്ട് സിദ്ധാർത്ഥ അവളെ തലങ്ങും വിലങ്ങും അടിച്ചു. രവീന്ദ്രനും സാവിത്രിയും സ്വാതിയും ആ കാഴ്ച ആസ്വദിച്ച് കണ്ടു നിന്നു. സിദ്ധു, മതിയാക്കാനാ നിന്നോട് പറഞ്ഞത്. കയ്യിലെ ഊന്നുവടിയാൽ വാതിൽ പൊളിയിൽ അമർത്തിക്കൊട്ടി പ്രഭാകരവർമ്മ ആക്രോശിച്ചു. സിദ്ധാർത്ഥ പിന്തിരിഞ്ഞ് അദ്ദേഹത്തെ രൂക്ഷമായി ഒന്ന് നോക്കി കയ്യിലെ പാതി പൊട്ടിയടർന്ന ചൂരൽ മുറിക്കൊരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം നെറ്റിയിൽ ഉതിർന്ന വിയർപ്പ് മണികളെ ചൂണ്ടുവിരലാൽ വടിച്ചു മാറ്റി കാറ്റുപോലെ പുറത്തേക്ക് പോയി. അവന് പിന്നാലെയായി ബാക്കിയുള്ളവരും. മഹി, അവൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ താൻ പൊറുക്കണം. മകൻ പറഞ്ഞു പോയതിന് മഹാലക്ഷ്മിയോട് മാപ്പിരക്കാൻ വാക്കുകൾ തികയാതെ ബുദ്ധിമുട്ടി ശേഖരൻ. അവർ കണ്ണുകൾ അമർത്തി തുടച്ച് ശേഖരന് നേരെ പുഞ്ചിരിച്ചു. എൻ്റെ മക്കളല്ലേ, എനിക്കറിയില്ലേ. പറയുമ്പോൾ അവർ വിതുമ്പി. ശേഖരൻ കുറ്റബോധത്താൽ ശിരസ് താഴ്ത്തി മുറിക്ക് പുറത്തേക്കിറങ്ങി. മുറിയിൽ ശ്രീറാമും മഹാലക്ഷ്മിയും മാത്രം ബാക്കിയായി. പ്രയാസപ്പെടാതെടൂ, അവൾ കുറച്ച് സെൻസിറ്റീവാണെന്ന് തനിക്കറിഞ്ഞൂടെ. ഉദയൻ ശേഖരനെ സമാധാനിപ്പിച്ച് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അയാൾ മറുപടി പറഞ്ഞില്ല. ശേഖരന് തൻ്റെ മകനോട് അതിരിൽ കവിഞ്ഞ ദേഷ്യം തോന്നി. തൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം രണ്ടാളെയും ഒരു കുറവും കൂടാതെയാണ് മഹാലക്ഷ്മി നോക്കിപ്പോന്നത്. മഹാലക്ഷ്മി മാത്രമല്ല, ആ കുടുംബം മുഴുവനും തൻ്റെ എല്ലാ പതനങ്ങളിലും താങ്ങും തണലുമായി കൂടെ നിന്നവരാണ്. അവരെ ഓരോരുത്തരെയും അവൻ വേദനിപ്പിച്ചിരിക്കുന്നു. അമ്മ വിങ്ങുന്നത് കാണാനാകാതെ ജനലഴികളിലൂടെ പുറത്തേക്ക് കണ്ണും നട്ട് നിൽക്കുകയായിരുന്നു ശ്രീറാം. ശ്രീ, കിച്ചു അറിയാതെ പറഞ്ഞതാവൂല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നപ്പം. വാക്കുകൾ മുഴുമിപ്പിക്കാതെ അവർ വിങ്ങി. പോട്ടെ അമ്മ, കരയാതെ. ശ്രീറാം തൻ്റെ വലത് കൈയാൽ മഹാലക്ഷ്മിയെ നെഞ്ചോട് ചേർത്ത് നെറുകിൽ മുത്തി. നിശബ്ദതയിൽ ലയിച്ച് നിമിഷങ്ങൾ കടന്നു. അമ്മ ഒരു കാര്യം പറയട്ടെ ശ്രീ. ആ കുട്ടിയെ നിനക്ക് വിവാഹം ചെയ്തൂടെ? മുഖവുര ഏതും കൂടാതെ മഹാലക്ഷ്മി ചോദിച്ചത് കേട്ട് ശ്രീറാം ഞെട്ടി. അമ്മ എന്താ ഈ പറയുന്നതെന്ന് വല്ല ബോധ്യമുണ്ടോ? എനിക്ക് 30 വയസ്സുണ്ട്. നമ്മുടെ ഗോപുവിൻ്റെ പ്രായം കാണും ആ കുട്ടിക്ക്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വേറൊരർത്ഥത്തിൽ കിച്ചുനെ പോലെ അമ്മയ്ക്കും തോന്നുന്നുണ്ടോ ഞാൻ മറ്റൊരു രീതിയിലാണ് അവളെ? അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയി. മോനെ, അമ്മയ്ക്കറിയാം നിന്നെ. അമ്മയോളം എൻ്റെ മക്കളെ മറ്റാർക്കും അറിയുകയില്ല. പാവാടാ മോള്. അമ്മ ഇവിടെ വന്നപ്പോൾ തൊട്ട് കാണുന്നത് അതിൻ്റെ കഷ്ടപ്പാട്. നീയോ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നായാലും നിനക്കൊരു കൂട്ട് വേണ്ടേ ശ്രീ? അമ്മേ, ഞാൻ... ശ്രീറാം ആകെ ആശയക്കുഴപ്പത്തിലായി. നിനക്ക് താല്പര്യമില്ലാച്ചാ വേണ്ട. അമ്മയുടെ വാടിയ മുഖം അവനെ വീണ്ടും ധർമ്മസങ്കടത്തിലാക്കി. അമ്മ, എൻ്റെ മാത്രം സമ്മതം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ദുർഗയ്ക്കും കൂടി ഇഷ്ടം വേണ്ടേ? അത് ചോദിക്കാലോ, ഇപ്പം തന്നെ ചോദിക്കാം.
ആവശ്യത്തോടെ അവൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് വേഗത്തിൽ നടന്നു മഹാലക്ഷ്മി. അമ്മയുടെ പ്രവൃത്തിയെ വിലക്കാനാകാതെ പുറകെ ശ്രീറാമും. എന്തിനാ മുത്തശ്ശ സിദ്ധേട്ടനെ തടഞ്ഞ്? ഞങ്ങൾക്ക് ഒന്നോട്ട് മുത്തശ്ശ, എനിക്ക് മടുത്തു, വല്ലാതെ മടുത്തു മുത്തശ്ശ. തനിക്ക് മുന്നിൽ നിൽക്കുന്ന പ്രഭാകരവർമ്മയുടെ ഇരു കാലുകളും കൂട്ടിപ്പിടിച്ച് ദയ ഉറക്ക കരഞ്ഞപ്പോൾ അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ അദ്ദേഹം വിമ്മിഷ്ടപ്പെട്ടു. അല്പനേരം ഒരേ നിൽപ്പ് നിന്നതിന് ശേഷം അയാൾ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ച് വാതിൽ ചാരി പുറത്തേക്ക് നടന്നു. ഉമ്മറത്തെ ചാരു കസേരയിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് തിടുക്കപ്പെട്ടു വരുന്ന മഹാലക്ഷ്മിയെയും പിന്നാലെയായി വരുന്ന ശ്രീറാമിനെയും അദ്ദേഹം ശ്രദ്ധിച്ചത്. കുട്ടി പറഞ്ഞത് നിങ്ങൾക്ക് വിഷമായില്ലേ? അവർ ഇറയത്തേക്ക് കയറിയ ഉടനെ അല്പം വൈമനസ്യത്തോടെ പ്രഭാകരവർമ്മ ചോദിച്ചു. അത് സാരില്ല. ഉള്ളിലുള്ള നോവ് മുഖത്ത് പ്രകടമാക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് മഹാലക്ഷ്മി പറഞ്ഞു. ഞങ്ങൾ ദയമോളൊന്ന് കാണാനായി. അകത്തുണ്ട്, ചെന്നോളൂ. ചാരിയിട്ട മുറിവാതിൽ തള്ളി തുറന്ന് മഹാലക്ഷ്മിയും ശ്രീറാമും അകത്തേക്ക് കയറുമ്പോൾ ദയ മുറിയിലെ മേശയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ മഹാലക്ഷ്മിയെയും പിറകിലുള്ള ശ്രീറാമിനെയും കണ്ട് ദയ നടുങ്ങി. അവരിൽ നിന്നും എന്തോ മറച്ചു പിടിക്കാനുള്ള വ്യഗ്രതയാൽ അവളുടെ മിഴികൾ താഴ്ന്നു. മഹാലക്ഷ്മി ദയയുടെ മുറിയാകെ കണ്ണോടിച്ചു. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അലമാരയിൽ നിന്നും വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചു നിലത്തേക്കിട്ടിരിക്കുന്നു. ഇതെന്താ അത്? അവർ പുഞ്ചിരിയോടെ മുറിക്കകത്തേക്ക് കയറി ദയയെ നോക്കി ചോദിച്ചു. ശേഷം നിലത്ത് കിടക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്ത് അലമാരയിലേക്ക് വയ്ക്കാൻ തുടങ്ങി. ദയ ഒന്നും മിണ്ടിയില്ല. ഒരടി കൂടെ പുറകിലേക്ക് നീങ്ങി ചുമരിലേക്ക് തല മുട്ടിച്ചു നിന്നു. ദയയുടെ നിൽപ്പും ഭാവവും കണ്ട് ശ്രീറാമിന് എന്തോ പന്തികേട് തോന്നി തുടങ്ങി. അവൻ ഒരിക്കൽ കൂടെ വളരെ ശ്രദ്ധയോടെ ദയയെ മുഴുവനായും വീക്ഷിച്ചു. അവൾ ആകെ ക്ഷീണിച്ച് അവശയായിരിക്കുന്നു. വലത് കൈ പിന്നിലേക്ക് മറച്ചു പിടിച്ചാണ് നിൽപ്പ്. ദുർഗ, തൻ്റെ കയ്യിലെന്താ? ശ്രീറാമിൻ്റെ ചോദ്യത്തിന് ദയ അവൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. വീണ്ടും ഒരിക്കൽ കൂടി ചുമരിലേക്കൊട്ടി അവൾ ഒന്നുമില്ലെന്നർത്ഥേന ഇരുവശത്തേക്കും ശിരസ് ചലിപ്പിച്ചു. ശ്രീറാമൻ അത് വിശ്വാസയോഗ്യമായിരുന്നില്ല. അവൾ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുള്ള തിടുക്കത്തിലാണെന്ന് തോന്നി അവന്. പതിയെ മഹാലക്ഷ്മിയെ കടന്ന് ശ്രീറാം ദയക്കരികിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും ദയ തൻ്റെ വലത് കൈപ്പിടിയിൽ ഒതുക്കിപ്പിടിച്ച മരുന്നുകൾ മൊത്തമായി വായിലേക്കിട്ടു. അവളുടെ പ്രവൃത്തിയിൽ ശ്രീറാം ആദ്യമൊന്ന് അന്തിച്ചു പോയെങ്കിലും സമചിത്തത വീണ്ടെടുത്തവൻ പാഞ്ഞു ചെന്ന് ഒരു കൈയാൽ ദയയുടെ കവളിൽ അമർത്തി കുത്തിപ്പിടിച്ചു. മറുകൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ വായിലേക്ക് കടത്തി വായിലിട്ട ഗുളികകളെല്ലാം പുറത്തേക്കാക്കി. നിനക്കെന്താ ഭ്രാന്താണോ? അരിശത്തോടെ അവളെ പിടിച്ചുലച്ച് ശ്രീറാം ഒച്ചയെടുത്തു. ദയ ഒരു മാത്ര ശ്രീറാമിനെ ഉറ്റുനോക്കി. എന്തിനാ എന്നോടിങ്ങനെ? എന്തിനാ എന്നെ രക്ഷിച്ചത്? പറയാൻ ആർക്കും ശല്യകത്തെ ചത്തു തോലിയില്ലായിരുന്നു ഞാൻ. എന്നത് കൊന്നതാ. വിഭ്രാന്തി എടുത്തവളെ പോലെ ശ്രീറാമിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി അവൾ അലമുറയിട്ടപ്പോൾ ശ്രീറാം ദയനീയമായി തൻ്റെ അമ്മയെ ഒന്ന് നോക്കി. അവരപ്പോഴും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ. ആലോചിച്ചപ്പോൾ മഹാലക്ഷ്മിയുടെ കാൽനഖം മുതൽ മുടി വരെ വിറയൽ പടർന്നു കയറി. എന്താ മോളെ നീ കാണിക്കാൻ പോയത്? കാറ്റുപോലെ അവൾക്കരികിലേക്ക് പാഞ്ഞെടുത്ത് ആ അമ്മ അവളെ ശ്രീറാമിൽ നിന്നും അടർത്തി മാറ്റി. ദയ അവരെ നോക്കാതെ വെറും തറയിലേക്ക് മുട്ടുകുത്തിയിരുന്ന് ഉറക്കെ അലറിക്കരഞ്ഞു. വർഷങ്ങളായി കുമിഞ്ഞുകൂടി കിടക്കുന്ന കാർമേഘം അതിൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും ലംഘിച്ച് തകർത്ത് പെയ്യും പോലെ അവളുടെ കണ്ണും മനസ്സും കരഞ്ഞു. അതിശക്തമായി തന്നെ. ശബ്ദം കേട്ട് പ്രഭാകരവർമ്മ മുറിയിലേക്ക് ഓടിപ്പിടഞ്ഞെത്തി. അദ്ദേഹം ആദ്യം ദയയെ നോക്കി, പിന്നീട് ആ മിഴികൾ പരിഭ്രാന്തിയോടെ ശ്രീറാമിലേക്ക് മഹാലക്ഷ്മിയേക്കും നീണ്ടു. എന്താ പറ്റിയേ? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ മഹാലക്ഷ്മി ദയയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ നിമിഷവും അവളുടെ മിഴികൾ തോർന്നിരുന്നില്ല. എങ്കിലും ചായാനൊരു തണൽ കിട്ടിയപ്പോൾ അവൾ മഹാലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. ഒരു കൊച്ചുകുഞ്ഞ് അമ്മയുടെ ചൂടിലേക്ക് പറ്റിച്ചേരും പോലെ. അവളുടെ കണ്ണുനീർ വീണ് അവരുടെ മാറിടത്തിലെ സാരിശീല നനഞ്ഞു കുതിർന്നിരുന്നു. ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ അച്ഛാ. ഇവർക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ മാത്രം. എൻ്റെ മൂത്ത മകൻ ദാ ഈ നിൽക്കുന്ന ശ്രീറാമിൻ്റെ ഭാര്യയായി, ഞങ്ങളുടെ മകളായി ഇവളെ ഞങ്ങൾ സ്നേഹിച്ചോളാം. ഒരിക്കലും ഇവിടുത്തെ പോലെ കഷ്ടപ്പെടുത്തില്ല, സങ്കടപ്പെടുത്തില്ല, ഉറപ്പ്. കേൾക്കാൻ കൊതിച്ചതെന്തോ കേട്ടപ്പോൾ ആ വൃദ്ധൻ്റെ കണ്ണുകൾ തിളങ്ങി.
ഹൃദയത്തിൽ പരുന്നൊഴുകിയ ആശ്വാസം അയാളുടെ ചൊടികളിലും നേർത്ത മന്ദഹാസം പരത്തി. ദുർഘടം പിടിച്ച് ഇത്തരമൊരു ജീവിതത്തിൽ നിന്നും ഇനിയെങ്കിലും അവൾ കര കയറട്ടെ എന്ന് അയാൾ പ്രത്യാശിച്ചിരിക്കണം. അച്ഛനൊന്നും പറഞ്ഞില്ല. മറുത്തൊരു വാക്ക് പറയാതെ ചിന്തയിലാണ്ട് നിൽക്കുന്ന അദ്ദേഹത്തെ നോക്കി മഹാലക്ഷ്മി മടിയോടെ ചോദിച്ചു. പ്രഭാകരവർമ്മ എതിർക്കുമോ എന്നൊരു പേടി അവർക്കുള്ളിൽ കൂടുകൂട്ടുന്നുണ്ടായിരുന്നു. അയാൾ കൈനീട്ടി ദയയുടെ മുടിയിഴകളെയൊന്ന് തഴുകി ശിരസ് കുലുക്കി തൻ്റെ സമ്മതം അറിയിച്ചു. ശ്രീറാമിൻ്റെ ഭാര്യ. ആ വാക്കുകളിൽ ഉടക്കിക്കിടക്കുന്നു ദയയുടെ ബുദ്ധിയും ഹൃദയവും. ചിന്തിക്കാൻ പോലും തന്നെപ്പോലെ ഒറ്റയ്ക്ക് യോഗ്യതയില്ലെന്ന് അവൾക്കുള്ള മലറി വിളിച്ചു. നിറകണ്ണുകളോടെ ദയ മഹാലക്ഷ്മിയെയും മുത്തശ്ശനെയും മാറി മാറി നോക്കി. തന്നെക്കൊണ്ട് കഴിയില്ലെന്ന പോൽ ശിരസിരുവശത്തേക്കും ചലിപ്പിച്ച ആ പെണ്ണ് അവളുടെ എതിർപ്പ് പ്രകടമാക്കി. എന്നാൽ മഹാലക്ഷ്മി അത് ശ്രദ്ധിച്ചില്ല. മോളുവാ, ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട നീ. അത് നിങ്ങളാണോ തീരുമാനിക്കണേ? വാതിൽക്കൽ വന്നു നിന്ന് സിദ്ധാർത്ഥ ശൗര്യത്തോടെ ചോദിച്ചു. അവന് പിന്നിൽ രവീന്ദ്രനുമുണ്ട്. എൻ്റെ മോളാ അവള്. ഞാനോ സാവിത്രിയും വളർത്തിയ കുട്ടി. അവളുടെ കാര്യത്തിൽ ഞങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്, നിങ്ങളല്ല. രവീന്ദ്രൻ മുന്നോട്ട് കയറി വന്ന് ദയയെ പിടിച്ച് തനിക്കരികിലേക്ക് നിർത്തി. അവളെ ചേർത്ത് പിടിക്കുകയാണെന്ന വ്യാജേന അയാളുടെ വലതുകരം അവളുടെ അരയിലൂടെ ഇഴഞ്ഞു. ദയ ശക്തമായി കുതറാൻ ശ്രമിച്ചപ്പോൾ അയാൾ അവളിലെ പിടി ഒരിക്കൽ കൂടി മുറുക്കി ശരീരത്തോട് ചേർത്തു. എന്നെ വിട്, അവൾ ഉറക്കെ പറഞ്ഞു. നാവടക്കടി, ഇത്രയും കാലം ഒന്ന് നുള്ളി നോവിക്ക് പോലും ചെയ്യാതെ ഞാൻ നിന്നെ പോച്ചതിനുള്ള കൂലിയാണോടിത്? എൻ്റെ സ്വാതിയേക്കാൾ സ്നേഹിച്ചതല്ലേ നിന്നെ ഞാൻ. അയാൾ ഒരു അച്ഛൻ്റെ വേഷം ഗംഭീരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കെ രവീന്ദ്രൻ്റെ കൈപ്പിടിയിൽ കിടന്ന് ഞെരുവിരി കൊള്ളുന്ന ദയയെ ശ്രീറാം വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. ഇവൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് മിസ്റ്റർ. ആരെ വിവാഹം കഴിക്കണം, ആരുടെ കൂടെ ജീവിക്കണമെന്നൊക്കെയുള്ള തീരുമാനമെടുക്കാൻ പ്രാപ്തയായവൾ. പിന്നെ ഇവളെ നോക്കിയ കണക്കൊന്നും താൻ പറയണ്ട. തൻ്റെ മകനും ഭാര്യയ്ക്കും തോന്നുമ്പോൾ കൊട്ടിക്കളിക്കാനുള്ള ചെണ്ട, അതല്ലെങ്കിൽ നേരം അണ്ണാക്കിലേക്ക് കുത്താനുള്ള ഭക്ഷണം എത്തിക്കാൻ ചട്ടം കെട്ടിയ വീട്ടു ജോലിക്കാരി. അതാണ് ഈ വീട്ടിൽ ഇവളുടെ സ്ഥാനമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ അച്ഛനെന്നാ നിങ്ങളുടെ വീരവാദം, അതേത് തരത്തിലാണെന്നും എന്ത് കണ്ടിട്ടാണെന്നും എനിക്കറിയാം, എല്ലാം അറിയാം. അവസാന വാചകം പറയുമ്പോൾ ശ്രീറാമിൻ്റെ ചൂണ്ടുവിരൽ താക്കീതോടെ രവീന്ദ്രൻ്റെ മുഖത്തിന് നേരെ ഉയർന്നു. അവൻ്റെ ചുണ്ടിനൊരു കോണിൽ നേർത്തൊരു ചിരിയുമുണ്ടായിരുന്നു. രവീന്ദ്രനോടുള്ള പക നീറ്റുണ്ണ അവൻ്റെ ചുണ്ടിനൊരു കോണിൽ നേർത്തൊരു ചിരിയുമുണ്ടായിരുന്നു. രവീന്ദ്രനോടുള്ള പക നീറ്റുന്ന ഗൂഢമായൊരു മന്ദസ്മിതം.